നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ള ആളുകൾ ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ വർഷമായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നത് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ. അന്ന് പല ആളുകളും ആധാർ കാർഡ് ഓൾറെഡി ഇപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാത്ത ഒരുപാട് ആളുകളുമുണ്ട്. അതിൽ അപ്ഡേറ്റ് ചെയ്ത ആളുകൾ ശ്രദ്ധിക്കുക, അവരുടെ ആധാർ കാർഡുകളിൽ എന്തെങ്കിലും രൂപത്തിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ, ചിലപ്പോൾ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ചെറിയ ദിവസത്തിൻ്റെ മാസത്തിൻ്റെ വ്യത്യാസമായിരിക്കാം, അല്ലെങ്കിൽ അഡ്രസ്സിലെ പിൻകോഡോ മറ്റെന്ത് കാര്യങ്ങളായാലും ശരി, അവർ എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡ് ഒന്നുകൂടി ക്ലിയറാക്കി ചെയ്യുക. ഇപ്പോൾ ആധാർ കാർഡ് തിരുത്താൻ ഇപ്പോൾ വലിയ പ്രയാസമില്ല, പക്ഷേ പിന്നീട് വലിയ രൂപത്തിലുള്ള പ്രയാസത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് ഓരോ കാര്യങ്ങളും ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് തിരുത്താൻ സാധിക്കുക. പിന്നീട് നമുക്ക് ആ തെറ്റുകൾ ഒരിക്കലും തിരുത്താൻ സാധിക്കുകയില്ല. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഗവൺമെൻറ് ലഭിക്കേണ്ട ആനുകൂല്യം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ ആധാർ കാർഡിലെ ഓരോ ഡാറ്റയും, ഓരോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ശരി, നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ആധാർ കാർഡ് ഒന്ന് ഇതുവരെ ശ്രദ്ധിക്കാത്ത ആളുകളാണെങ്കിൽ ആധാർ കാർഡ് ഒന്ന് എടുത്ത് നോക്കുക. അതിൽ ഫുൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫുൾ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കും. അതിലെന്തെങ്കിലും രൂപത്തിൽ തെറ്റുകളുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിലെ പേരിന് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ സർനെയിം ആഡ് ചെയ്യാത്തതോ അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒറ്റത്തവണ മാത്രം അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റായി മനസ്സിലാക്കുക. പിന്നീട് ചിലപ്പോൾ ചെയ്യാൻ സാധിക്കുകയില്ല. പല ആളുകളും ഇപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യം നടന്നാലും മറ്റും പിന്നീടും ശരിയാവാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഈ ആധാർ കാർഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. നമ്മുടെ പാസ്പോർട്ട് എടുക്കാൻ, അതുപോലെ തന്നെ നമ്മൾ ചില ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് നമുക്ക് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യൽ, അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുപോലെ തന്നെ ഇത്രയും കാലമായി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകൾ, 10 വർഷമായി എടുത്തതിന് ശേഷം ഒരു തരത്തിലുള്ള അപ്ഡേഷൻ നടത്താത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോൺ നമ്പർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, അഡ്രസ്സ്, പിൻകോഡ് മുതലായ എല്ലാ കാര്യങ്ങളും കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക. ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ അതിലെ അഡ്രസ്സെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല കാര്യങ്ങൾക്കും OTP അതിലേക്കാണ് വരിക. ആ സൈറ്റിൽ നമുക്ക് ചിലപ്പോൾ ഫോൺ നമ്പർ ആഡ് ചെയ്യാൻ സാധിക്കുകയില്ല. പല കാര്യങ്ങൾക്കും നമ്മൾ ആധാറിൽ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് OTP വരികയാണ് ചെയ്യുന്നത്. ഇപ്പോഴും ഇത് ശ്രദ്ധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്, പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ, അതുപോലെ തന്നെ കുറച്ച് പ്രായമുള്ള ആളുകൾ, 60-70 വയസ്സ് പ്രായമുള്ള ആളുകൾ. അവരന്ന് ആധാർ കാർഡ് എടുത്ത സമയത്ത് ആധാർ എടുത്തതായിരിക്കും. പിന്നീട് അതിൽ യാതൊരുവിധ അപ്ഡേഷൻ നടത്തിയിട്ടുണ്ടാവില്ല. അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ചിലപ്പോൾ ഫുൾ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കില്ല. ജനനവർഷം മാത്രമാണ് ഇപ്പോഴും പല ആളുടെയും ആധാർ കാർഡിൽ കാണിക്കുന്നത്. അങ്ങനെയുള്ള ആധാർ കാർഡ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് വളരെ നന്നാവും. കാരണം ആധാർ എടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്ത രേഖ, ഒട്ടുമിക്ക ആളുകൾ കൊടുത്ത രേഖ നമ്മുടെ പഴയ രൂപത്തിലുള്ള വോട്ടർ ID കാർഡാണ്. അന്നതിൽ പക്ഷേ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് രേഖപ്പെടുത്താറില്ല, നമ്മുടെ വയസ്സ് മാത്രമാണ് രേഖപ്പെടുത്താറ്. അത് കണക്ക് കൂട്ടി നമ്മൾ ആധാർ കാർഡ് എടുത്ത അക്ഷയയിലെ ഉദ്യോഗസ്ഥർ ഒന്ന് കണക്കാക്കിയാണ് അന്നിനെല്ലാം രേഖപ്പെടുത്തിയത്. പക്ഷേ പിന്നീട് പല രൂപത്തിലുള്ള അപ്ഡേഷൻ വന്ന സമയത്തുമെല്ലാം നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴും ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആധാർ കാർഡുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാ കാര്യങ്ങളും പിന്നീട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കുകയില്ല. ഈ ഒരു മാർച്ച് മാസത്തിന് മുമ്പായി തന്നെ മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധ ചെലുത്തുക. മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ചിലപ്പോൾ അപ്ഡേഷൻ വന്നേക്കാം. ഒരു പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ കാര്യങ്ങളിലും ചിലപ്പോൾ പിന്നീട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് മാറ്റിവെക്കരുത്. നിർബന്ധമായിട്ട് ഇപ്പോൾ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികളുടെ ആധാർ കാർഡ് ആണെങ്കിൽ 5 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡ് നിർബന്ധമായും 5 വയസ്സിന് ശേഷം പുതുക്കുക. അതുപോലെ തന്നെ 15 വയസ്സിന് ശേഷവും ഒന്നുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. കുട്ടികളുടെ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സ്കൂൾ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡ് നിർബന്ധമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.